കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല. കുട്ടികളിൽ കാണുന്ന വാശി, ഉറക്കക്കുറവ്, വൈകല്യങ്ങൾ, ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത്. ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ. കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയാട്രീഷ്യന്റെ സേവനം ലഭ്യമാണ്. കൂടാതെ ഓർത്തോ, സ്കിൻ, ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി, ENT, ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും. ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ, അഫിലിയേറ്റ് PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ബസ് സ്റ്റാൻഡിന് സമീപം, മെയിൻ റോഡ്, ചേലക്കര. ഫോൺ 8714852375 9747252375. ദേശമംഗലം തലശ്ശേരി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷകളിൽ വിജയം കരസ്ഥമാക്കിയ മുഴുവൻ വിദ്യാർത്ഥികളെയും അനുമോദിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ജയരാജ് യോഗം ഉദ്ഘാടനം ചെയ്തു. വായനശാലയുടെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കുറച്ച് വരികയാണെങ്കിലും ഒരാദരവ് സംഘടിപ്പിക്കുക. നിരവധി ആദരവുകൾ ഇതിനു മുമ്പ് നിങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ടാവും. ഞാൻ എല്ലായ്പ്പോഴും പറയാറുള്ളത് പോലെ നമ്മൾ പഠിക്കുന്നത്, നന്നായി വിജയിക്കുന്നത്, അതെല്ലാം ഒരു സമൂഹത്തിന് ഗുണകരമാകുന്നതിന് വേണ്ടിയിട്ടാണ്. മറ്റുള്ള ജീവികളിൽ നിന്നും മനുഷ്യൻ വ്യത്യസ്തമാകുന്നതും ഇങ്ങനെ അനുദിനം നവീകരിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. നവീകരിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ വിദ്യാഭ്യാസത്തിൽ തന്നെ ഒരുപാട് പരിഷ്കാരങ്ങൾ വന്നിട്ടുണ്ടാവും. മനുഷ്യൻ ഉണ്ടായതു മുതൽ ഇങ്ങനെ നവീകരിക്കപ്പെട്ടിട്ടാണ് ഇപ്പോൾ AI എന്ന് പറയുന്ന നിലവാരത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. കമ്പ്യൂട്ടറുകളായി, ചിപ്പുകളായി, റോബോട്ടുകളായി ഞാൻ എന്താണ് ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയാവുന്ന യന്ത്രങ്ങളുടെ കാര്യങ്ങൾ വന്നു തുടങ്ങി. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, നിങ്ങൾക്ക് എല്ലാവരും. അങ്ങനെ അനുദിനം നവീകരിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് വിദ്യാഭ്യാസം നമുക്ക് ഗുണകരമാക്കുന്നത്. ഞാൻ എല്ലായ്പ്പോഴും പറയുന്നത്, ഒരാൾ വിദ്യാഭ്യാസം നേടുക എന്ന് പറഞ്ഞാൽ മനുഷ്യനാവുക എന്നുള്ളതാണ്. ഒരാൾ വിദ്യാഭ്യാസം നേടുക എന്ന് പറഞ്ഞാൽ മനുഷ്യനാവുക എന്ന് പറഞ്ഞാൽ 2 കൈയും 2 കാലും ഉണ്ടാവുക എന്ന് മാത്രമല്ല, മനുഷ്യത്വമുള്ളവനായി മാറുക എന്നുള്ളതാണ്. എല്ലാവരും മനുഷ്യന്മാരാണ്. ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളുണ്ട്, ആക്രമിക്കപ്പെടുന്ന മനുഷ്യരുണ്ട്. അതൊക്കെ ഇല്ലാതെയാകണമെങ്കിൽ മനുഷ്യത്വമുള്ളവരായി മാറും. അപ്പോൾ വിദ്യാഭ്യാസം എന്നുള്ളത് ഒരാൾ മനുഷ്യനാവുക എന്നുള്ളതാണ്. മനുഷ്യനാവുക എന്ന് പറഞ്ഞാൽ മനുഷ്യത്വമുള്ളവനായി മാറുക എന്നുള്ളതാണ്. വായനശാല വൈസ് പ്രസിഡന്റ് അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരൻ സതീഷ് കാക്കരാത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ സതീഷ് കാക്കരാത്ത് രചിച്ച പുസ്തകങ്ങൾ വായനശാല സെക്രട്ടറി വിനീത് നീണ്ടൂർ ഏറ്റുവാങ്ങി. വായനശാല വൈസ് പ്രസിഡന്റ് അബൂബക്കർ, വായനശാല ഉപദേശക സമിതി അംഗം ഹംസ, വായനശാല എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വിദ്യാ മണികണ്ഠൻ, PV നീതു, Y സുബൈർ, പ്രിയ വിനയൻ, KS ഹമീദ്, തസ്നിയ ഷമീർ, വാർഡ് മെമ്പർ ഇബ്രാഹിം തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. റൈറ്റ് വിഷൻ ന്യൂസ്, ദേശമംഗലം.